Hi guys, welcome back to my channel. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മാങ്ങ വെച്ചുള്ള ഹൽവയുടെ റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ ഹൽവ തയ്യാറാക്കുന്ന അത്രയും ടൈം ഒന്നും വേണ്ട. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഏകദേശം 1 കിലോയോളം മാങ്ങയാണ്. ഞാനിവിടെ നല്ലപോലെ പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. നമ്മൾ മാങ്ങ നല്ലതുപോലെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള മാങ്ങയാണ്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇതുപോലെ നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയുടെ ഈ പീസെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് അതിൻ്റെ പ്യൂരി നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരയാത്ത പീസുകളൊക്കെ ആയിട്ട് നമ്മൾ നാരൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഞാൻ മാങ്ങയുടെ പ്യൂരി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കാനായുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മുടെ ഹൽവയിലേക്ക് ആവശ്യമായത് 1 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ്. ഇത് നമുക്ക് 1 ഗ്ലാസോളം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ. ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ നല്ലപോലെ മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളതെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. ഏകദേശം ഒരു 50 ഗ്രാമോളം പഞ്ചസാര ഉണ്ടാവും. നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കണം. ഇതുകൂടി നമുക്ക് നല്ലതുപോലെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഹൽവ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഹൽവ തയ്യാറാക്കുന്നത് അടികട്ടിയുള്ള ഒരു ഉരുളിയിലാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഹൽവ അതിൻ്റെ മൂട്ടിൽ പിടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ചേഞ്ച് ആവും. നമുക്ക് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നെയ്യ് ചൂടായ അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് സെയിം നെയ്യിലേക്ക് തന്നെ കിസ്മിസ് ഇട്ട് അതുകൂടി ഒന്ന് വറുത്ത് കോരാം. കിസ്മിസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുകൂടി നമുക്ക് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന
മാങ്ങയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പഞ്ചസാരയുടെയും കോൺഫ്ലവറിൻ്റെയും ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു നല്ല സ്റ്റീലിൻ്റെയോ എന്തെങ്കിലും ഒരു സ്പാച്ചുല ഉപയോഗിച്ച് കൈവിടാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വളരെ ടൈം എടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മുടെ ഈ ഹൽവ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു 4-5 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹൽവയിൽ നിന്ന് ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമ്മുടെ ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് പരുവമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പാച്ചുല എല്ലാ സൈഡിലേക്കും ചെല്ലത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇളക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഹൽവ അടുക്കി പിടിക്കും. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറിയിട്ട് പിന്നെ അതത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇളക്കുമ്പം എല്ലാ ഭാഗത്തും നമ്മുടെ സ്പാച്ചുല ചെല്ലത്തക്ക രീതിയിൽ ഇളക്കാൻ ശ്രമിക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഫൈനലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഹൽവയുടെ ഗ്ലേസിങ്ങും ആ ഹൽവയുടെ മണമൊക്കെ, ഒരു മാങ്കോയുടെ മണമൊക്കെ നല്ല പോലെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഒരു ട്രേയിൽ കുറച്ച് നെയ്യ് ചേർത്ത് നല്ലതുപോലെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടുന്ന അത്രയും ഗീ ചേർത്താൽ മതി. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ഹൽവയുടെ മിശ്രണം ഒട്ടും തന്നെ ചൂടാറാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള എള്ള് കൂടി ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുക്കാനായിട്ട് വെക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഹൽവ ഇവിടെ സെറ്റാവും. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഹൽവ നല്ലതുപോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം.
അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയുടെ റെസിപ്പി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.